ഷിരൂരിൽ കാണാതായ അർജുനു വേണ്ടി കാലാവസ്ഥ അനുകൂലമായാൽ തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ. നിലവിലെ സാഹചര്യത്തിൽ ഈശ്വർ മൽപെ അടക്കമുള്ള മുങ്ങൽ വിദഗ്ധർക്ക് തെരച്ചിലിന് അനുവാദം നൽകാനാവില്ല. പശ്ചിമഘട്ടത്തിൽ പെയ്ത മഴ പുഴയിലെ ഒഴുക്ക് കൂട്ടിയെന്നും കർണാടക സർക്കാർ കോടതിയെ അറിയിച്ചു. തെരച്ചിൽ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ റിപ്പോർട്ട് കോടതിക്ക് കൈമാറി. കേസ് കർണാടക ഹൈക്കോടതി സെപ്റ്റംബർ 18 വീണ്ടും പരിഗണിക്കും. ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിൽ അത് കാലാവസ്ഥ അനുകൂലമായാൽ പുനരാരംഭിക്കുമെന്നാണ് കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തിരച്ചിൽ നീളുമെന്ന ഒരു സൂചന തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ തിരച്ചിൽ തുടരണമെന്ന കുടുംബത്തിന്റെ ആവശ്യം അത് ഏതായാലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. നിലവിൽ കോടതി സെപ്റ്റംബർ 18 വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നത്. അപ്പോഴേക്കും തൽസ്ഥിതി വിവരങ്ങൾ അറിയിക്കണമെന്ന കോടതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കുടുംബം പ്രധാനമായും ആവശ്യപ്പെടുന്നത് സ്വതന്ത്രമായി ഈ ഈശ്വർ മൽപയ്ക്ക് ഇത്തരത്തിൽ തെരച്ചിൽ നടത്താനുള്ള അനുമതി നൽകണമെന്നായിരുന്നു. പക്ഷേ അത് സംസ്ഥാന സർക്കാർ അനുമതി നൽകില്ല എന്ന കർണാടക ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നു. പ്രധാനമായും പുഴയിലെ ഒഴുക്ക് തന്നെയാണ് ജീവൻ തന്നെ അപകടമുണ്ടാക്കും. അത്രത്തോളം ഒഴുക്ക് ഈ പുഴയിലുണ്ടെന്നാണ് കോടതിയെ ധരിപ്പിച്ചത്. അതുകൊണ്ട് ഈശ്വർ മൽപയ്ക്ക് ഉൾപ്പെടെ തെരച്ചിൽ നടത്താനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നു കർണാടക സർക്കാർ. എന്തായാലും നിലവിൽ 2 നോട്ട്സ് മാത്രമാണ് ഗംഗാവലി പുഴയിലെ ഒഴുക്ക്. അപ്പോഴും കർണാടക സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുത്തത് വലിയ തോതിൽ കുടുംബത്തെ നിരാശയിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ കൊണ്ടുവരുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും എന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതിനായി പ്രത്യേക ബോട്ട്, ടഗ് ബോട്ട് ഈ ഡ്രഡ്ജർ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത്തരത്തിൽ കൊണ്ടുവരുന്നതിനുള്ള മറ്റ് പരിശോധനകളൊക്കെ പൂർത്തിയായിട്ടുണ്ടെന്നും കർണാടക സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ തെരച്ചിൽ വൈകുമെന്ന ഒരു ആശങ്ക കുടുംബം പങ്കുവെക്കുന്നുണ്ട്. അപ്പോഴും അവർ ആവശ്യപ്പെടുന്നത് സ്വതന്ത്രമായി ഈശ്വർ മൽപെ ഉൾപ്പെടെയുള്ള മുങ്ങൽ വിദഗ്ധർക്ക് ഇത്തരത്തിൽ തെരച്ചിൽ നടത്താൻ ഒരു അനുമതി നൽകണമെന്നാണ്. എന്തായാലും ജിതിൻ ഉൾപ്പെടെ കുടുംബം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഒപ്പം ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയും കാണാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അവരുടെ ആവശ്യം വളരെ പെട്ടെന്ന് തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കണമെന്നതും ഒപ്പം ഈശ്വർ മൽപെ ഉൾപ്പെടെയുള്ളവർക്ക് മുങ്ങൽ വിദഗ്ധർക്ക് ഈ അനുമതി നൽകണമെന്നതുമാണ്. അത് കർണാടക സർക്കാരിനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. എന്തായാലും ലോറിയുടെ കയറും ഒരു ജാക്കിയും മാത്രമാണ് നിലവിൽ ലഭിച്ചത്. ലോറിയുള്ള സ്ഥലം ഏകദേശം മനസ്സിലാക്കുന്ന ഒരു സമയത്തായിരുന്നു തെരച്ചിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും ആ ലോറി കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കേണ്ടത്. അതിനായുള്ള തിരച്ചിൽ ഊർജിതമായി വളരെ പെട്ടെന്ന് തന്നെ തുടരണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തിരച്ചിൽ നിർത്തി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും എന്ന് തിരച്ചിൽ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അത് എപ്പോഴേക്കും ഉണ്ടാകുമെന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ഏതായാലും ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ കൈയൊഴിഞ്ഞ അവസ്ഥയാണ്. പ്രധാനമായും 1 കോടിയോളം രൂപ ചെലവ് വരുന്ന ഈ പദ്ധതിക്ക് ഏതായാലും ജില്ലാ ഭരണത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സംസ്ഥാന സർക്കാരാണ് ഇത് വഹിക്കേണ്ടത്, സംസ്ഥാന സർക്കാരാണ് ഇത് തീരുമാനമെടുക്കേണ്ടതെന്നും ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ വ്യക്തമാക്കിയ സാഹചര്യം കൂടിയുണ്ട്. ഇനി ജില്ലാ ഭരണകൂടം ഇത്തരത്തിലൊരു നിലപാട് എടുത്തതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. എന്ന് ഈ തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നത് വളരെ വൈകി 1 മാസം പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുടുംബം വലിയ ആശങ്കയിലാണ്. പുഴയുടെ നീരൊഴുക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട്. 2 നോട്ട്സാണ് നിലവിൽ ഈ പുഴയുടെ നീരൊഴുക്കുള്ളത്. അതായത് തെരച്ചിൽ നടത്തുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സമില്ല. 3.5 നോട്ട്സ് വരെ വേഗതയിൽ അടിയൊഴുക്കുണ്ടെങ്കിൽ തന്നെ പരിശോധന നടത്താൻ പറ്റുമെന്ന് നേവി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞതിനും താഴോട്ട് ഇപ്പോൾ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞിരിക്കുന്നു. എന്നാലും പശ്ചിമഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ മഴയുണ്ടായിരുന്നു. അത് തിരിച്ചടിയായെന്നാണ് കർണാടക സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നത്. എന്നാലും മഴ ഇപ്പോൾ മാറി കാലാവസ്ഥ അനുകൂലമായിരിക്കുന്നു. ഈ കാലാവസ്ഥ ഇപ്പോൾ പരമാവധി പ്രയോജനപ്പെടുത്തി തെരച്ചിൽ അടിയന്തരമായി തുടരുമെന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്.